ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല. ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ ഷെയർ ചെയ്ത പോലെ എൻ്റെ വണ്ടി ടയർ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ടയറിൻ്റെ അവസ്ഥ. ഈ ഒരു കണ്ടീഷൻ വെച്ച് ഈ വണ്ടി റൺ ചെയ്യുക എന്നുള്ളത് ഒട്ടും സേഫ് അല്ല. ഒന്നാമത്തെ മഴക്കാലമാണ്. അപ്പോൾ നമുക്ക് ടയർ റീപ്ലേസ് ചെയ്യാൻ പോകാം. ഏത് ടയറാണ് ഇനി യൂസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഫുള്ള് കാണാൻ ശ്രമിക്കുക. അങ്ങനെ ഇപ്പം നമ്മൾ ഷോപ്പിലെത്തി വണ്ടി പെടവൊക്കെ കയറ്റി പഴയ ടയർ എന്തായാലും റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഏത് ടയറാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഒരു കാര്യം മറന്നു. ഇതാണ് നമ്മൾ വന്നേക്കുന്ന ഷോപ്പ് ഉഷാ ടയേഴ്സ് കങ്ങരപ്പടി. അപ്പോൾ ഞാൻ ഇടാൻ വന്നേക്കുന്ന ടയർ റേസിൻ്റെ ടയറാണ്. അപ്പോൾ എനിക്ക് റേസിൻ്റെ ടയർ നമ്പർ കാണിച്ചത് ഈ ടയറാണ്. പക്ഷേ ഇത് നൈലോൺ ടയറാണ്. എനിക്ക് വേണ്ടത് റേഡിയലാണ്. ഇതിനെന്താ റേറ്റ് വരുന്നത് വെച്ചാൽ ഒരു 3900 രൂപയാണ്. പക്ഷേ ഈ ടയർ NS ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും സ്യൂട്ടബിൾ അല്ല. നമ്മൾ ഇടാൻ പോകുന്ന ടയറാണ് ഈ പൊതിഞ്ഞ് വെച്ചേക്കുന്നത്. ഇത് റേസിന് തന്നെ 150/70 സെഗ്മെൻറ്റ് വന്ന ടയറാണ്. ഇതിൻ്റെ റേറ്റ് വേണ്ടത് 5900 ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതാണ് നമ്മുടെ ടയറിൻ്റെ പാറ്റേണും കാര്യങ്ങളും. ഒരു സോഫ്റ്റോ അല്ലെങ്കിൽ ഒരു ഹാർഡോ അല്ലാത്തൊരു കോമ്പോണൻ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ഫീൽ ഉണ്ട് പിടിക്കുമ്പോൾ തന്നെ. ഇതാണ് നമ്മുടെ പഴയ ടയറിൻ്റെ കണ്ടീഷൻ. ത്രെഡ് വരെ പുറത്തു വന്നു. ഇനി ഇതിട്ട് ഓടിക്കാമെന്ന് പറഞ്ഞാൽ ഒട്ടും പ്രാക്ടിക്കലല്ല. നമ്മുടെ ടയറിൽ ഗ്രീസൊക്കെ അപ്ലൈ ചെയ്യാനുണ്ട്. ഇനി ടയർ അലോയിലേക്ക് സെറ്റ് ചെയ്യാൻ പോണെയാണ്. അതിന് മുമ്പായിട്ടാണ് ഗ്രീസൊക്കെ സെറ്റ് ചെയ്യണത്. അങ്ങനെ ചെയ്യുന്ന ടയർ അലോയിലേക്ക് സെറ്റ് ചെയ്യുന്ന ചടങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. ടയർ അലോയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എയറും ഫില്ല് ചെയ്തിട്ട് വേണം വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യാൻ. അപ്പോൾ തന്നെ അലോയിലേക്ക് ടയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീരാറായി. ഇപ്പോൾ തന്നെ കഴിയും. അപ്പോൾ ഞാൻ അതൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് ടയർ അലോയിൽ സൂട്ടായി. അങ്ങനെ തന്നെ ടയറിനകത്തേക്ക് എയർ ഫില്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എയർ ഫില്ലോട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കൊണ്ടുപോയി ടയർ വണ്ടിയിലേക്ക് കയറ്റും. അവർ കഴിഞ്ഞിട്ട് നമുക്ക് പോരാം. ഇവിടുത്തെ സർവീസൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. നിങ്ങൾക്ക് ടയറിൻ്റെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് 2 വീലർ ആയാലും 4 വീലർ ആയാലും നേരെ ഉഷാ ടയറിലേക്ക് പോരാ. ഇവിടെ തന്നെ ഇവർക്ക് 2 ഷോപ്പുണ്ട്. അലൈൻമെൻറ്റും കാര്യങ്ങളും നോക്കാനായിട്ട് വേറൊരു ഷോപ്പുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ടയറിൻ്റെ കാര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരാ. അങ്ങനത്തെ നമ്മുടെ ടയറും അലോയും കൂടെ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സർവീസ് നല്ല സർവീസാണ്. പെട്ടെന്നാണ് ഇവിടുത്തെ വർക്കൊക്കെ തീർക്കണത് തന്നെ. അതുകൊണ്ടാണ് നമുക്ക് അധികം ഡിലേ ഒന്നും വരാറ്. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ബാക്കിൽ മഡ് ഫ്ലാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ആ ടയറിൻ്റെ വിഡ്ത്ത് അറിയാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ബില്ലും വന്നു. ടോട്ടൽ അയക്കണത് 5900 രൂപയാണ്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ വണ്ടിക്ക് സ്റ്റോക്കായിട്ട് വന്നത് 140 സെക്ഷൻ ടയറാണ്. അപ്പോൾ ഞാനത് അപ്ഗ്രേഡ് ചെയ്ത് 150ലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിട്ടിട്ട് വണ്ടിക്ക് മൈലേജിന് എന്തെങ്കിലും ഡ്രോപ്പ് ഉണ്ടോയെന്നോ അല്ലെങ്കിൽ പെർഫോമൻസും ബ്രേക്കിങ്ങും എങ്ങനെ ഉണ്ടെന്ന് ഉള്ളത് ഞാൻ പറയാം. അതുകൊണ്ട് സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ.